Hi everyone, in today's session we will learn about expression and how they are evaluated using stack data structure. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിഫോ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടുള്ള ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷനാണ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First of all, we want to know what is expressions. Expression is the combination of operands and operators. ഓപ്പറൻറ്റിൻ്റെയും അതേപോലെ ഓപ്പറേറ്റേഴ്സിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഓപ്പറൻസ് എന്താണ്? ഓപ്പറൻസ് എന്ന് വെച്ചാൽ വേരിയബിൾസ്, കോൺസ്റ്റൻറ്റ്, വാല്യൂസിനെയൊക്കെയാണ് നമ്മൾ ഓപ്പറൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ ഓപ്പറേൻ്റിൻ്റെയും ഓപ്പറേറ്റേഴ്സിൻ്റെയും പൊസിഷൻ ആണ് ബേസ് ചെയ്തിട്ട് ഈ എക്സ്പ്രഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രിഫിക്സ് എക്സ്പ്രഷൻ, പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആൻഡ് ഇൻഫിക്സ് എക്സ്പ്രഷൻ. സോ ഫസ്റ്റ് വൺ ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ദ ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഓപ്പറൻറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്പറൻറ്റിൻ്റെ ബിറ്റ്വീനായിട്ട് ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ഓപ്പറേഷനെയാണ് നമ്മൾ ഇൻഫിക്സ് ഓപ്പറേഷൻസ് എന്ന് പറയുക. അതിൽ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ഓപ്പറേറ്റർ എന്ന് നമ്മളതിൻ്റെ സിൻടാക്സ് നോക്കുമ്പോൾ ഓപ്പറേറ്ററിൻ്റെ ബിറ്റ്വീനായിട്ട് ഓപ്പറൻസ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ ബി എന്ന് പറയുന്നത് ഓപ്പറൻ്റാണ്, പ്ലസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റർ. അപ്പോൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് നൊട്ടേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷനാണ് നമ്മൾ ഇൻഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനെ നമ്മൾ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്നൂടെ പറയും. അപ്പോൾ ഇതിലെന്താണ്, നമ്മളെ ഓപ്പറൻറ്റിൻ്റെ ശേഷമാണ് എന്തിനെ നമ്മുടെ ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ദ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ഓപ്പറേറ്റേഴ്സ് ആർ പ്ലേസ്ഡ് ആഫ്റ്റർ ദ ഓപ്പറൻറ്റ്. ഓക്കെ, അപ്പോൾ എ ബി പ്ലസ് സി ഡി മൈനസ് സ്റ്റാർ, അതേപോലെ എ ബി പ്ലസ്, അതൊക്കെയാണ് നമ്മുടെ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷന് അല്ലെങ്കിൽ റിവേഴ്സ് പോളിഷ് നൊട്ടേഷന് എക്സാമ്പിൾസ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് പ്രിഫിക്സ് നൊട്ടേഷൻ, otherwise called Polish notation. So in this type of notation the operator is placed before the operands. ഓപ്പറൻസിനെ ബിഫോർ ആയിട്ടായിരിക്കും നമ്മൾ ഓപ്പറൻസിന് ബിഫോർ ആയിട്ടായിരിക്കും നമ്മൾ ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനത്തെ കൈൻഡ് ഓഫ് നൊട്ടേഷനെയാണ് നമ്മൾ പ്രീഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇത് മൂന്നാണ് നമ്മളെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.